evening and welcome to Super Prime Time Live Show 3 in 1 in association with Time Express Cargo and Talrop, and our gift sponsored by Crocodile Park and Green Olives Beauty Salon. അപ്പോൾ വീണ്ടും ഒരു ട്യൂസ്ഡേ എത്തിയിരിക്കുകയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ട്യൂസ്ഡേ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു ഇടിപ്പാണല്ലേ. കഴിഞ്ഞ ട്യൂസ്ഡേ ആണ് ഈ സമയത്ത് നമ്മളിങ്ങനെ ഫ്ലഡിലേക്കുള്ള ഒരു ഇതിലേക്ക് എത്തിയത്. അപ്പോൾ എന്തായാലും ഈ ട്യൂസ്ഡേ ആയിട്ട് ഞാൻ 3 in 1 ആയിട്ട് എത്തിയിരിക്കുകയാണ്. ദിസ് ഈസ് സുചിത വിത്ത് യു. അപ്പോൾ എല്ലാവരും വിളിക്കുക. നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ കേട്ടിട്ട് ഒരുപാട് നാളായി. എങ്ങനെയുണ്ട് എല്ലാവർക്കും ഒന്ന് അറിയാനായിട്ട് ഒരുപാടേറെ ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും വിളിക്കേണ്ട നമ്പർ 0423822491. ഞാനിവിടെ ഒരു 7:30 to 8:30 ഉണ്ടാവും. എന്നിപ്പോൾ കൂടെ നിൽക്കാൻ വേറെ ആരുമില്ല. എന്താ പറയുക, നമുക്ക് ചിലരൊക്കെ ഇതുപോലെ തന്നെ പെട്ടുപോയിട്ടുണ്ട് ഫ്ലഡിലൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ഒരു 1 വീക്കായിട്ട് നമ്മളെല്ലാവരും തന്നെ സ്റ്റാൻഡേർഡ് ആയിരുന്നു എന്നറിയാം. ഫ്ലഡായിട്ടും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ടും ഒക്കെ എല്ലാവരും ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പെട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുവിധം നമ്മളിങ്ങനെ റിക്കവറായി വരുന്നുണ്ട്. നമ്മുടെ UAE ഗവൺമെൻറ് ആയാലും അതോറിറ്റീസ് ആയാലും എല്ലാവരും അതിനുവേണ്ടി ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാ ഏരിയാസും ഒന്ന് ക്ലിയർ ആയി വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഷാർജയിലെ കുറേ ഏരിയാസിലൊക്കെയാണ് കുറച്ചും കൂടെയൊക്കെ ഒന്ന് ശരിയാവാനുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാം വീണ്ടും ബാക്ക് ടു നോർമൽ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്തായാലും പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് കോളർ ഉണ്ടാകാൻ നോക്കാം. ഹലോ ഹലോ, ഗുഡ് ഈവനിങ് മാലിക്. ഗുഡ് ഈവനിങ്. എത്ര നാളായി, എന്തൊക്കെയുണ്ട് പറയും. വിശേഷം വന്നിരുന്നു, അറിഞ്ഞോ? എങ്ങനെ? UBL സ്റ്റുഡിയോയിൽ എന്ന് വന്നു? മറ്റേ April 13 13 പറഞ്ഞാലും നമ്മുടെ വിഷുവിന്റെ തലേന്ന്. അതായത് മറ്റേ മല്ലിക സുകുമാരൻ, ദിനേശ് പണിക്കർ. ഞാനിവിടെ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ സുജിത പോയി കഴിഞ്ഞു. അയ്യോ, കഷ്ടം തന്നെ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വരവായിരുന്നു. ആണോ? അയ്യോ, ഭയങ്കര കഷ്ടമായി പോയി. എനിക്കൊന്ന് ലേറ്റ് ആയിട്ട് നമ്മളെല്ലാരും ഒരുമിച്ചാണ് ഇറങ്ങിയത് ഇവിടെ നിന്ന്. ബിക്കോസ് സ്കൂൾ ഡാൻസ് പരിപാടി എന്തോ ഉണ്ടെന്ന് പറഞ്ഞു പോയി. അതെ, എനിക്ക് ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടാക്കണായിരുന്നു ആളെ. അയ്യോ, കഷ്ടമായി പോയല്ലോ, കാണാൻ പറ്റിയില്ല. എന്നിട്ട് ആരെ കണ്ടു ഇവിടെ? എനിക്കൊന്ന് സനീഷേട്ടൻ ഉണ്ടായിരുന്നു. ശരിയാണ്. പിന്നെ നിരഞ്ജൻ ബ്രോയ് ഉണ്ട്, ടോണി ബ്രോയ്, എല്ലാവരും കണ്ടു. അടിപൊളി. പക്ഷെ ഞങ്ങൾ ആരും ഉണ്ടായിരുന്നില്ലല്ലേ? ഇനി ഞങ്ങൾ എല്ലാ ദിവസമേ വരാവുള്ളൂ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജോമിന ഉണ്ടായിരുന്നു. ജോമിന ഉണ്ടായിരുന്നോ? പക്ഷെ ഞാനും ജോമിന ഒന്നിച്ച് ഇറങ്ങിയത്. ഇല്ല, ജോമിന ആങ്കർ ആയിരുന്നു. ഓ, അവിടെ നിങ്ങൾ വന്നതല്ലേ? അല്ല, സ്റ്റുഡിയോയിൽ വന്നു. പിന്നെ ക്ലാരിച്ച് ഹോട്ടലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഞാൻ ഇവിടുന്ന് അങ്ങോട്ടേക്ക് എത്തിയില്ല. ജോമിനെ ഡ്രോപ്പ് ചെയ്തിട്ട് പോവാ ചെയ്തത്. കൊള്ളാം. എന്തായാലും അങ്ങനെയെങ്കിലും ഈ വഴിക്കൊന്ന് വന്നല്ലോ, വളരെ സന്തോഷം. അല്ല, ഞങ്ങള് പ്രതീക്ഷിച്ചില്ല അങ്ങോട്ട് വരുമെന്നുള്ളത്. അതെന്താ നിങ്ങൾ പ്രതീക്ഷിക്കാതെ? അബുദാബിന്ന് എങ്ങനെയാ നിങ്ങൾ പ്ലാൻ ചെയ്തത്? ദുബായിൽ വന്നു. പക്ഷേ എന്താണ്, അമ്മയുടെ റെസ്റ്റോറന്റിൽ ആഹാരം കഴിക്കാൻ വേണ്ടി വന്നേ. ആണോ? ഓക്കെ, കൊള്ളാം. അപ്പൊ അവിചാരിതമായിട്ടാണ് ഇതെല്ലാം നടന്നത്. അവിടെ ആരോ ഉണ്ടായിരുന്നു അന്ന് ആ പരിപാടിയുടെ ഇതായിട്ട്, മനു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പുള്ളി അവിടെ ഉണ്ടായിരുന്നപ്പം എന്താണ്, UBL ഇതുപോലെ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങള് പോയത്. ഓ, അപ്പൊ ടോട്ടലി അൺഎക്സ്പെക്ടഡ് ആയിരുന്നു അല്ലേ? എന്തായാലും കൊള്ളാം. അപ്പൊ ഇനിയിപ്പോ ഞങ്ങൾ ഉള്ളപ്പോ ഒരു ദിവസം എന്തായാലും പ്ലാൻ ചെയ്യണം കേട്ടോ, ഇല്ലേ? എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു മഴയൊക്കെ? മഴ ഇവിടെ കുഴപ്പമില്ല, അത്രക്കില്ലായിരുന്നല്ലേ അബുദാബിയിൽ അങ്ങനെ കേട്ടില്ല. എനിക്കൊന്ന് അലൈനിലും അത്രയ്ക്കും ഇങ്ങോട്ട് പ്രശ്നം ഈ പ്രാവശ്യം അധികം കേട്ടില്ല. ലാസ്റ്റ് ടൈം ഒക്കെ പോലെ, ലാസ്റ്റ് ടൈം ഭയങ്കര ഹീൽസ്റ്റോം എല്ലാം അബുദാബിയിൽ അലൈനിലായിരുന്നല്ലോ. ഇപ്രാവശ്യം അങ്ങോട്ടേക്ക് എത്തി. ഇപ്രാവശ്യം ഫുള്ള് ദുബായ്, ഷാർജ ആയിരുന്നു. ഓയ്യോ, അതെ ശരിക്കും പെട്ടത്. അജ്മാനിലും എനിക്കൊന്ന് കമ്പയർ ടു ഷാർജ കുറച്ച് കുറവായിരുന്നു. അതെ. എന്നിട്ടിപ്പോ എല്ലാ ദിവസവും ജോലിയൊക്കെ ഉണ്ടായിരുന്നല്ലേ? ജോലി ഉണ്ടായിരുന്നില്ലേ എല്ലാ ദിവസവും? ഓഫീസിൽ പോണായിരുന്നില്ലേ? ഒരു ദിവസം എന്തോ ഞങ്ങൾക്ക് ഉച്ചക്ക് ഇറങ്ങേണ്ടി വന്നു. ആണോ? മറ്റേ മഴയുടെ ഇത് കാരണം. മഴയുടെ അന്നും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. മഴയുടെ അന്ന് ഞങ്ങൾ ഓഫീസിൽ എത്തിയതിനു ശേഷമാണ് മഴ പെയ്തത്. അതെ, രാവിലെയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ എനിക്കൊന്ന് ഏർലി മോർണിംഗിൽ ഇവിടെ തുടങ്ങി. ഏർലി മോർണിംഗ് തുടങ്ങുമ്പം ഒരുവിധം രാത്രി പെയ്തു. ഓഫീസിൽ പോകുന്ന ടൈമിലില്ല. അത് കഴിഞ്ഞപ്പോഴാണ്. പിന്നെ ഒരു 2.5 മണിക്കൂർ. ഓക്കെ. ഇവിടെ പക്ഷെ കണ്ടിന്യൂസ് നല്ല മഴയായിരുന്നു. നമുക്കെന്ന് പക്ഷെ അകത്തിരുന്ന് നോക്കി അത്രയ്ക്കും ഫീൽ ചെയ്യില്ലായിരുന്നു കേട്ടോ. പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴാണ് കാറ്റും ഇതെല്ലാം ആയിട്ട് ഭയങ്കര ഇതായിട്ട് തോന്നുന്നത്.
അതും ടുവേർഡ്സ് ഈവനിങ് ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് നമുക്ക് ഉറപ്പിക്കാറായി ഇത് വെള്ളപ്പൊക്കത്തിലേക്കാണ് പോകുന്നതെന്നുള്ളത്. അടിപൊളിയായിരുന്നു എന്തായാലും. ഈ കഴിഞ്ഞ ആഴ്ച ഈ ഒരു ടൈമായിരുന്നു എന്തായാലും അല്ലേ? എന്തായാലും ഒരുപാട് പേര് ഇപ്പോഴും അതിനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. പലപ്പോഴും പലരും അന്നത്തെ ദിവസം എന്താ പറയാ ദുബായിയുടെ ഈ ജബലല്ലി ഏരിയയിൽ നിന്നൊക്കെ മാൾ ഓഫ് എമിറേറ്റ്സ് ബിസിനസ് ഡേ വരെയൊക്കെ നടന്നവരുണ്ട്. അത്രയും ദൂരമൊക്കെ ദുബായിൽ നടക്കാൻ പറ്റും എന്നുള്ളൊരു ഇത് കണ്ടുപിടിച്ചവരുണ്ടെന്ന്. വേറെ വഴിയില്ല, അതാണ് സത്യം. നമുക്ക് എങ്ങനെയും വീടെത്തിപ്പെടണ്ടേ, അതാണ്. അതും ഒരു വൈകുന്നേരം ഒക്കെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് പിറ്റേന്ന് ഏർലി മോർണിംഗ് വീട്ടിലെത്തിയവരുണ്ട്. ഇങ്ങനത്തെ കുറെ സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട്. എന്താ പറയാ, നമുക്കതൊക്കെ പറയാം എന്നേ ഉള്ളൂ. ഇനിയും നമ്മൾ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കും തോന്നുന്നല്ലേ? അടുത്തൊരു മഴ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് മനസ്സിലൊരു ഇതുണ്ടാവും. ഈ ആഴ്ച പ്രഡിക്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും. ഇന്നൊരു ലൈറ്റ് റെയിൻഫോൾ ഒക്കെ പറഞ്ഞിരുന്നു, പക്ഷെ ഇന്നൊന്നും ഉണ്ടായില്ല. ഇനി നാളെ അയ്യോ ഇനി പെയ്താ പറ്റില്ല, താങ്ങാൻ പറ്റില്ല. ഇപ്പൊ ഒന്ന് കരകയറി വരുന്നതേ ഉള്ളൂ. നമുക്ക് ഇത്രയും ദിവസമൊക്കെ ഇവിടെ ഓൺലൈൻ ക്ലാസ്സസ് ആയിരുന്നു. ഇപ്പൊ നാളെ തൊട്ടൊന്ന് ഹൈബ്രിഡിലേക്കൊക്കെ ആയി വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാ, നമുക്ക് പോയാലോ? ഓക്കെ, അപ്പൊ കറക്കിക്കോ. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്. സ്റ്റാർട്ട്. കുറെ നാളെ ഞങ്ങൾ വീലിനെ ഒന്ന് കണ്ടിട്ട്. സ്റ്റോപ്പ്. ഓക്കെ, അപ്പോ നമ്മുടെ വീല് കറങ്ങി നിന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ കാറ്റഗറിന്ന് മ്യൂസിക് ആണ്. TV ഒന്ന് വോളിയം കൂട്ടി വെച്ചോ, മ്യൂസിക് കേട്ടോ. ഞാൻ ഇനി സൈലന്റ് ആവാം, മ്യൂസിക് കേട്ടോ. ഓപ്ഷൻ ഇത് ഏത് സിനിമയിലെ പാട്ടാന്നാണ്? കുലം, ചന്ദമാമ, ഫോട്ടോഗ്രാഫർ. ഓപ്ഷൻ ബി സി, ഫോട്ടോഗ്രാഫർ. കറക്റ്റ് ആൻസർ. അടിപൊളി. എനിക്ക് വയ്യ, കറക്കി കുത്തിയാലും നമ്മളിങ്ങനെയാണ്. അപ്പൊ ഒന്നുകൂടെ പറ, അടുത്തത്. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്. സ്റ്റാർട്ട്. ഓക്കെ, സ്റ്റോപ്പ്. ഓക്കെ, നമ്മുടെ കവിയിൽ കറങ്ങി തിരിഞ്ഞ് GK യിലെത്തി. ഞാൻ എന്താ വരാത്തെന്ന് വിചാരിച്ചിരിക്കുന്നു. GK അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, GK അടുത്ത ക്വസ്റ്റ്യൻ. ആന്റി എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? അടുത്ത കോൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഭരണഘടനയിലെ എന്ന് ആർട്ടിക്കിൾ പ്രകാരമാണ് സ്ഥാപിതമായത്? ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സ്ഥാപിതമായത്? ആർട്ടിക്കിൾ 171, ആർട്ടിക്കിൾ 272, 372, 272 ആൻഡ് ആർട്ടിക്കിൾ 315. 178. ഓപ്ഷൻ എ. ഓ, ഞാൻ ഒന്ന് പറയുന്നതിന് മുന്നേ തന്നെ തീർന്നു. ഓക്കെ, ഓപ്ഷൻ എ. നമുക്ക് നോക്കാം. എനിക്ക് ഇതിനെ പറ്റി വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത്. 170. പോയി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സി ആയിരുന്നു, 315 ആയിരുന്നു. ആർട്ടിക്കിൾ ഇങ്ങനെ കുറെ ഉണ്ടല്ലോ നമ്മുടെ ഭരണഘടനയിൽ. അതിലുള്ള ഏത് ഓർമ്മത്തിലായിരുന്നു ഇത് പോയി ഒളിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ മാലിക്, അപ്പൊ ആന്റിയെ വിളിപ്പിക്കുക. ബൈ ബൈ, സീ യു. അപ്പൊ അടുത്തൊരു കോള്. ഹലോ, ഗുഡ് ഈവനിങ്. എങ്ങനെയുണ്ട് ശശിയേട്ടാ? അയ്യോ സോറി, നമുക്ക് സ്ഥിരം കോളേഴ്സ് ഉണ്ട്. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഞാൻ പറഞ്ഞു പോയതാണ്. പേരെന്താണ്? അരുൺ. ഹലോ. പറയൂ. ഹലോ, കേക്കുന്നുണ്ടോ? പറയൂ. പേരെന്തായിരുന്നു? അരുൺ. അരുൺ എവിടെ നിന്ന് വിളിക്കുന്നേ? ഷാർജ. ഓക്കെ, നമ്മളെ വിളിക്കാറുള്ള അരുണല്ലേ? ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. എങ്ങനെയുണ്ട് ഇപ്പൊ ഷാർജയില്? കുഴപ്പമില്ല, ഞാന് താമസിക്കുന്ന റോള ഏരിയയിലാണ്. അവിടെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ആണോ? എനിക്കൊന്ന് റോളയൊക്കെ കുറച്ചൊന്ന് എസ്കേപ്പ് ആയി തോന്നുന്നില്ലേ? കൂടുതലും അബുഷഗ്ര മൊബൈല ഇങ്ങോട്ടേക്കൊക്കെ ആയിരുന്നു കുറച്ച് പ്രശ്നമായിരുന്നത്. പ്രശ്നം കൂടുതൽ അത്ര നിൽക്കുന്ന അബുഷഗ്ര, മജാസ്. നിങ്ങക്ക് അത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല? ഓഫീസ് ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ, ഓഫീസിൽ പോകാൻ വഴിയില്ലല്ലോ. ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്, നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, അരുൺ എന്തായിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നേ? റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ആയിട്ട്. ഓക്കെ, എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇപ്പൊ.
ഞാൻ അന്ന് കുറെ സംസാരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ എന്തായാലും ഓഫീസിലൊക്കെ അല്ല ഹോസ്പിറ്റലൊക്കെ പോയി എന്തായാലും ഇപ്പൊ പേഷ്യൻസ് കൂടുതൽ ഉണ്ടാവും അല്ലേ? പേഷ്യൻസ് വന്ന് തുടങ്ങി ഈ പറയപ്പെടുന്ന വാട്ടർ ബോൺ ഡിസീസുകൾ. അതാണ് ഇനിയിപ്പോ അങ്ങോട്ടേക്ക് കുറച്ച് ഇതുണ്ടാവും, ടൈഫോയിഡ് ആയിട്ടും ഡയറിയ ആയിട്ടും ഒക്കെ കുറച്ച് ഉണ്ടാവും. അപ്പൊ എന്തായാലും നിങ്ങളുടെയൊക്കെ സേവനമാണ് ഏറ്റവും കൂടുതൽ ഇതായിട്ടുള്ളത്. ഒരുപാട് വർക്ക് ചെയ്യുന്നവരുണ്ട്. ഉണ്ട്, എന്നാലും ഒരു ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഒരുപോലെയാണ്. അതെ, അപ്പൊ നമുക്ക് എന്തായാലും പോവാം ഗെയിമിലേക്ക്. ഓക്കെ, സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞു. ഓക്കെ, പറഞ്ഞോളൂ. സ്റ്റാർട്ട്. ഇത് കഴിഞ്ഞിട്ട് മോന്റെ പേരും പറയണേ. സ്റ്റോപ്പ് പറഞ്ഞു കഴിഞ്ഞിട്ട്. സ്റ്റോപ്പ്. ഓക്കെ, യുവർ ചോയ്സിലാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ മോന്റെ പേരെന്തായിരുന്നു? വിഹാൻ. അപ്പൊ വിഹാൻ ഇഷ്ടപ്പെട്ട ഒരു ചോയ്സ് എടുക്കുക. ഇതിൽ ഏത് കാറ്റഗറിയാ വേണ്ടത്? മ്യൂസിക്, ഇമേജ്, മൂവീസ്, GK? മ്യൂസിക്. ഓക്കെ, അപ്പൊ മ്യൂസിക് ആണ് സെലക്ട് ചെയ്തെന്നുണ്ടെങ്കിൽ ടിവിയുടെ വോളിയം കൂട്ടുക, മ്യൂസിക് ശ്രദ്ധിക്കുക. എന്നിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. പറയാതെ അറിയാതെ നിൻ തണലായി നിൽക്കൂ ഞാൻ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പാട്ടാണ്. ഈ പാട്ടിന്റെ ലിറിസിസ്റ്റ് ആരാണ്? കൈതപ്രം, ദീപക് ദേവ്, ഗിരീഷ് പുത്തഞ്ചേരി. ലിറിക്സ് ആരുടെ വകയാണ്? ആ പാട്ട് അല്ല, ഉദയനാടത്തിന്റെ മ്യൂസിക് ആണ് ദീപക് ദേവ്. ഇത് ഉദയനാട് താരമാണെന്നാണോ പറഞ്ഞേ? അല്ലല്ല, ഉദയനാട് താരത്തിന്റെ ഇവിടെ പറഞ്ഞ ഗിരീഷ് പുത്തഞ്ചേരി. ഗിരീഷ് പുത്തഞ്ചേരി തെറ്റാണ്, കൈതപ്രമായിരുന്നു. നമ്മുടെ ക്രോണിക് ബാച്ചറിലെ പാട്ടായിരുന്നില്ലേ? അത് കിട്ടിയില്ല. അപ്പോഴും ഉദയനാട് താരത്തിലാണോ നിന്നത്? ദീപക് ദേവ് എന്നോട് വൈഫ് ഉദയനാട് താരം എന്ന് പറഞ്ഞു. ഉദയനാട് താരത്തിന്റെ മ്യൂസിക് ആണ് ദീപക് ദേവ് എന്ന് പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ, ഇതെന്തായാലും ക്രോണിക് ബാച്ചിലെ പാട്ടായിരുന്നു, നമ്മുടെ കൈതപ്രം സാറായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും വിളിക്കണം കേട്ടോ ഇനി. ബൈ 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 ബൈ, ടേക്ക് കെയർ. ഇനി ഒരു കോൾ വരുന്നുണ്ടായിരുന്നു. ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. എവിടെ പോയി കോളർ? വെൽക്കം ടു 3 in 1. ഹലോ, നമസ്കാരം. നമസ്കാരം. ശശിയേട്ട. ഞാൻ നേരത്തെ കോളർ ശശിയേട്ടാന്ന് വിളിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പം അതുകൊണ്ട് ഞാനൊന്ന് സൈലന്റ് ആയിട്ട് നിന്നത്. ശശിയേട്ടൻ തന്നെ പറയട്ടെ എന്ന് വിചാരിച്ച്. എന്തുണ്ടായിരുന്നു വിശേഷങ്ങള്? ആണോ? ഇങ്ങോട്ടേക്ക് വന്നോ ദുബായിലേക്ക്? വരണ്ടായിരുന്നോ? മോശമായിപ്പോയില്ലേ? എനിക്കൊരു കൂപ്പൺ തന്നല്ലോ നിങ്ങൾ, അത് കാണാൻ വേണ്ടി മറ്റേ ക്രൊക്കഡൈൽ പാർക്കിൽ പോയിരുന്നു. ആണോ? എങ്ങനെ ഉണ്ടായിരുന്നു? റിവ്യൂ പറ. അടിപൊളി. നിങ്ങൾ രണ്ടുപേരും കൂടെയാണോ പോയത്? അതെ. ഓ, ഇഷ്ടപ്പെട്ടു? വന്നിട്ട് ഇഷ്ടപ്പെട്ടു. ഫുള്ളെല്ലാം കറങ്ങി? മൊത്തമായി കറങ്ങി. 100-150 ഞാൻ എണ്ണിയിരിക്കുന്നു. ഇഷ്ടംപോലെ, മോർ ദാൻ 250 ഉണ്ടെന്നാണ് പറയുന്നത്. എല്ലാം മറ്റേ നൈൽ ക്രോക്കഡൈൽസ് പിടിച്ചു വന്നിട്ട് അതിനെ. ആണല്ലേ? ഫോട്ടോ ഒക്കെ എടുത്ത് തകർത്ത്. ഇനി മക്കളോടും കൂടെ പോവാൻ പറ. അടിപൊളി എക്സ്പീരിയൻസ് അല്ലേ? കൊള്ളാം. അരെ, ദുബായിക്ക് വന്നില്ല ഈ ആഴ്ചയൊന്നും? വരണ്ടായിരുന്നോ? എന്താണ് ശശിയേട്ടാ, ഇപ്പഴൊക്കെയല്ലേ നിങ്ങൾ ഇവിടെ വേണ്ടിയിരുന്നത്? വിഷുവിന് വന്നിരുന്നു, അതിനുശേഷം പിന്നെ വന്നില്ല. വിഷു കഴിഞ്ഞപ്പോ എസ്കേപ്പ് ആയല്ലേ? 2 ദിവസം അവിടെ നിന്നാ മതിയായിരുന്നു. അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ സിറ്റുവേഷൻ ഒക്കെ? നിങ്ങൾക്ക് അന്ന് ഒരു 2 ദിവസം കുറച്ച് പിന്നെ കുഴപ്പമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഏരിയയിൽ അത്രയ്ക്ക് വെള്ളമില്ലെന്ന്. പക്ഷെ എന്നാലും കാണാൻ ഓവർനൈറ്റ് ഒക്കെ ആയിരുന്നു നമ്മുടെ UAE ഗവൺമെന്റ് ഒഫീഷ്യൽസ് എല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഓ, ശരിക്കും ഓൾ നൈറ്റ് വർക്ക് ചെയ്ത് പിറ്റേന്നും രാവിലെ ഇവരെ കാണാം. വൈകുന്നേരവും അങ്ങനെ തന്നെ വർക്കിംഗ്. ശരിക്കും കഷ്ടമാണ്. എന്ത് പറയാനാ, നമ്മളൊന്നും വിചാരിക്കാത്ത ഒരു സിറ്റുവേഷൻ ആണ്. അതെ 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 അതെ. അപ്പൊ നമുക്ക് എന്തായാലും ഗെയിമിലേക്ക് പോയാലോ? ഓക്കെ ശശിയേട്ടാ, പറയൂ. സ്റ്റാർട്ട്. നമ്മുടെ വീൽ ഇങ്ങനെ നല്ല തകർന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്റ്റോപ്പ്. അതുകൊണ്ട് സ്റ്റോപ്പ് എന്നല്ലേ? നന്നായിട്ട് കറങ്ങുന്നതുകൊണ്ട് ഓക്കെ, എന്നാ പിന്നെ പാട്ട് നിർത്തിക്കോ. അപ്പൊ ഓക്കെ, നമ്മുടെ കാറ്റഗറിയിൽ എത്തിക്കഴിഞ്ഞു. അപ്പൊ ഇത് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? മൂവീസ്. നമുക്ക് ഇഷ്ടമുണ്ട്, അത്ര വലിയ ഇഷ്ടമൊന്നും ഇല്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയാതിരുന്നത്. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ജയറാം നായകനായി അഭിനയിച്ച ആദ്യ ചിത്രം, നായകനായിട്ട് അഭിനയിച്ച ആദ്യ ചിത്രം. അതെ, 3-ാം പക്കം, അപരൻ, ഇന്നലെ. ചേച്ചി അവിടെ നിന്ന് എന്തോ പറയുന്നുണ്ട്. അപരൻ, ഇന്നലെ. അപരൻ. അപരൻ.
നമുക്ക് നോക്കാം അപരനാണോ എന്നുള്ളത്. മൂന്നാം പക്കം അപരൻ ഇന്നലെ. ഓ, എല്ലാം തന്നെ ഒരുമാതിരി ട്രാജിക് ഫിലിമാണല്ലേ, ട്രാജഡിയാണ്. ആ, അപരം കറക്റ്റ് ആൻസർ. അടിപൊളി. നമുക്ക് അടുത്ത ക്രോക്കഡൈൽ പാർക്ക് നോക്കണം. ഓക്കെ, വീണ്ടും പറഞ്ഞു. സ്റ്റാർട്ട്. കറങ്ങുന്നുണ്ട്. സ്റ്റോപ്പ്. യുവർ ചോയ്സ്. വീണ്ടും യുവർ ചോയ്സ്. അപ്പൊ ശശിയേട്ടന് ഇഷ്ടപ്പെട്ട ഒരു കാറ്റഗറി പറഞ്ഞു. പൊളിറ്റിക്സ്. എനിക്കറിയാലോ പൊളിറ്റിക്സേ വരുള്ളൂ. ഓക്കെ, അപ്പൊ പൊളിറ്റിക്സ് നമ്മളെടുത്ത് പൊളിറ്റിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. സമാധാനം എന്നാണ് ചേച്ചി പറഞ്ഞ? സമാധാനം ഏതെങ്കിലും കൊല്ലങ്ങളൊക്കെ വരിക. ഓ, അങ്ങനെ പറയരുത് കേട്ടോ, മോശമാണ്. നന്നായിരിക്കുന്നു. ഈ പ്രാവശ്യം നമ്പേഴ്സ് ആണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ പരമാവധി അംഗങ്ങളുടെ എണ്ണം എത്ര? 22. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയിലെ പരമാവധി അംഗങ്ങളാ? ഞാൻ പറഞ്ഞോട്ടെ ഓപ്ഷൻ. 22, 10, 14. സോറി, 14. പബ്ലിക് അക്കൗണ്ട് എന്തോന്ന് നമ്പറൊക്കെ തന്നിട്ട് നിങ്ങക്ക് വർഷമല്ലായിരുന്നു പ്രശ്നം, ഇതിപ്പോ നമ്പർ തന്നു. 14 ലാസ്റ്റ്. 14. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ലാസ്റ്റ്. പക്ഷെ ഫസ്റ്റ് പോയി 22. ഇതാണ് അവര് മാക്സിമം ആൾക്കാരാണ് നോക്കിയത്. എന്താണ് ശശി ചേട്ടാ അത്. അപ്പൊ ഓക്കെ, ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോഴൊക്കെ വിളിക്കണം കേട്ടോ. ശരി ശശി ചേട്ടാ, ബൈ. അടുത്തൊരു കോള്. ഹലോ, ഗുഡ് ഈവനിങ്, വെൽക്കം ടു 3 in 1. ഇതാരാണ്? ജിബിൻ. ഓക്കെ ജിബിൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അവിടെ? സുഖമായിട്ടിരിക്കുന്നു. ഏത് ഏരിയയിലാണ് ജിബിൻ? ഷാർജയില്? ആണല്ലേ. അപ്പൊ അരുണിന്റെ അടുത്ത് എവിടെയെങ്കിലും ആയിരിക്കണം റോളയില്. നിങ്ങക്ക് വലിയ പ്രശ്നമില്ല അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ ഭാഗ്യമുണ്ട്, എന്തായാലും രക്ഷപ്പെട്ടു. ആ ഒരു ഏരിയയിലൊക്കെയാണ് കൂടുതലും സാധാരണ എന്തെങ്കിലുമൊക്കെ ഇത് വരാറുള്ളത്. അതെ, നമുക്ക് പെട്ടു പോകുന്നൊക്കെ അവിടെയൊക്കെയാണ്. എന്തിലാ ജിബിൻ വർക്ക് ചെയ്യുന്നത്? ആണോ? ഓ, അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? വർക്കൊക്കെ ഉണ്ടായിരുന്നോ? വർക്ക് ഞങ്ങൾക്ക് ലാസ്റ്റ് 2 weeks റിമോട്ട് തന്നെയായിരുന്നു. ഫിനാൻസ് ആണെങ്കിലും നിങ്ങൾക്ക് പറ്റുമായിരുന്നു? ഫൈനാൻസിനും കുഴപ്പമില്ല. ആണല്ലേ? ഓ, കൊള്ളാം. എങ്ങനെയാ, എവിടെ ഓഫീസ് ശരിക്കും? ഷാർജ തന്നെ. അവിടെ തന്നെയാണല്ലേ. അപ്പൊ അതുകൊണ്ട് അന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. മഴയുള്ള ദിവസം നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, താങ്ക് ഗോഡ്. എന്തായാലും വലിയ കുഴപ്പമില്ലാതെ ഇരിക്കുന്നുണ്ടല്ലോ. വേറെ ഫ്രണ്ട്സിനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ ആണോ എല്ലാരും? ദുബായിലേക്ക് പോകുന്ന ആൾക്കാർ കുറച്ചൊരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. റോഡെല്ലാം ഇഷ്യൂ ഉണ്ടായിരുന്നു. അവരും കുറച്ച് റിമോട്ട് വർക്കിംഗ് ഡേയ്സ് എടുത്ത കാരണം കുഴപ്പമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഈ വീക്കൊന്നും നിങ്ങൾക്ക് പുറത്തിറങ്ങാനേ പറ്റിയിട്ടുണ്ടാവില്ലല്ലേ? ഇല്ല, ഇന്നിപ്പോ ഓഫീസ് തുടങ്ങി. ഇന്നിപ്പോ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെ, സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇനിയിപ്പോ എന്തായാലും നിങ്ങൾ ദുബായിക്കൊക്കെ കറങ്ങാൻ വരാറുണ്ടോ? അല്ലാത്തപ്പോഴൊക്കെ ആണ് സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ്? 2 weeks മുന്നേ പെരുന്നാൾ ടൈമിലൊക്കെ നമ്മൾ മലിഹ റോഡിലേക്ക് ലാസ്റ്റ് 3 days ഉണ്ടായിരുന്നു. അപ്പൊ ആ റോഡൊക്കെ ഇപ്പൊ നമ്മളും ഉണ്ടായിരുന്നു. അതെ അതെ, നമ്മൾ ആ ഒരു ഏരിയയിൽ ക്യാമ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു മലിഹയില്. അവിടെ ഓ ശരിക്കും കേട്ടോ, എന്താ പറയാ, നമുക്കൊന്നും പറയാനില്ല. ഇതൊക്കെ നാച്ചുറൽ കലാമിറ്റീസ് ആണ്. നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അതാ. അപ്പൊ ദുബായിലേക്ക് നമ്മുടെ ക്രോക്കഡൈൽ പാർക്കിനെ പറ്റി അറിയോ? ഞാൻ കേട്ടിട്ടുണ്ട്, അറിയില്ല. നമ്മളെല്ലാരും ആക്ച്വലി ക്രോക്കഡൈൽ പാർക്കിൽ ഒരു ടൂർ പോയിരുന്നു. അത് വെച്ചിട്ട് പറയാം, നമ്മളൊരു ക്രോക്കഡൈൽസിന്റെ എന്ന് വെച്ചാൽ ഫുള്ള് കംപ്ലീറ്റ് അവിടെ ക്രോക്കഡൈൽസ് മാത്രമാണ്. ഒരു മോർ ദാൻ 250 വെറൈറ്റീസ് ഓഫ് ക്രോക്കഡൈൽസ് ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അവരുടെ മ്യൂസിയം, അങ്ങനത്തെ കുറെ എക്സ്പീരിയൻസസ് ഉണ്ട് നമുക്ക് കാണാൻ വരുന്നത്. നമുക്ക് ചില സമയത്ത് ഈ മുതല എന്ന് പറയുന്ന സംഭവത്തിന് വലിയ താല്പര്യം ഇല്ലാത്തവരുണ്ട്. എനിക്ക് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അവിടെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അതിനെപ്പറ്റി കൂടുതൽ അറിയുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. അടുത്ത് കാണുമ്പോഴും പിന്നെ അതിനെ തൊട്ട് നോക്കുമ്പോഴും ഒരു ചെറിയൊരു മുതലിനെയൊക്കെ നമുക്ക് തൊടാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതൊക്കെ കാണുമ്പോൾ നല്ല ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് നമുക്കത് കാണുമ്പോൾ. അപ്പൊ അതിലേക്കുള്ള ടിക്കറ്റ് ആണ് നമ്മുടെ ഇന്നത്തെ ഒരു ഗിഫ്റ്റ് ആയിട്ട് തരുന്നത്. അപ്പൊ ഈ വിളിക്കുന്നവരിൽ നിന്ന് വിന്നർ ആവുന്ന ഒരാൾക്കായിരിക്കും ക്രോക്കഡൈൽ പാർക്ക് വിസിറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ നേരത്തെ ശ്രദ്ധിച്ചോന്നറിയില്ല, നമ്മളെ വിളിച്ച് ശശിയേട്ടൻ പറഞ്ഞിരുന്നു അവർക്ക് കിട്ടിയിരുന്നു വൗച്ചർ, അവർ കാണാനും പോയിരുന്നു. അപ്പൊ അവരുടെ എക്സ്പീരിയൻസും അവർ ഷെയർ ചെയ്യണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ വിന്നർ നിങ്ങളായിരിക്കും എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞു. സ്റ്റാർട്ട്. നമ്മുടെ വീൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഇനി സ്റ്റോപ്പ് പറയുമ്പോൾ നിൽക്കും. സ്റ്റോപ്പ്. ഓക്കെ. GK. അപ്പൊ ജിക്കെന്ന് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അത് നമ്മുടെ ക്രോക്കഡൈൽ പാർക്കിനെ റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ?
ഓക്കെ തീർച്ചയായും. ഓക്കെ, അപ്പൊ നോക്ക്, ട്രൈ ചെയ്യുക എങ്ങനെ പറ്റുന്നെന്നുള്ളത്. ഓക്കെ. ഓക്കെ, നൈൽ മുതലയ്ക്ക് സാധാരണയായി എത്ര വേഗതയിൽ നീന്താൻ കഴിയും? ഓക്കെ, നൈൽ ക്രോക്കഡൈൽസിന് എത്ര വേഗതയിൽ നീന്താൻ കഴിയുന്നത്? 30 to 35 km/h, 35 to 40 km/h, അതുപോലെ തന്നെ 25 to 30. ഗസ് ചെയ്യാം 25 to 30. 25 to 30 നമുക്ക് നോക്കാം. കാരണം ഇവിടെ കൂടുതലുള്ളതും ഈ നൈൽ വെറൈറ്റിയിലുള്ള ക്രോക്കഡൈൽസ് ആണ്, നൈൽ എന്നുള്ള. അപ്പൊ കറക്റ്റ് ആൻസർ ആണ് 25 to 30 എന്ന് പറഞ്ഞാൽ എന്തായാലും ഗസ് ആണെങ്കിലും അടിപൊളി. താങ്ക് യു. അപ്പൊ ഇനി വീണ്ടും സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറയും. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, സ്റ്റാർട്ട്. പിന്നെ ജിബിൻ തന്നെ ആവട്ടെ ക്രോക്കഡൈൽ പാർക്കിലേക്കുള്ള വിന്നർ എന്ന് ഞാൻ നോക്കാം. സ്റ്റോപ്പ്. ഓക്കെ, സ്പോർട്സ് എങ്ങനെ താല്പര്യം ഉണ്ടോ? സ്പോർട്സ് ക്രിക്കറ്റ് ഓക്കെയാണ്, ഫുട്ബോൾ കുറച്ച് കുറവാണ്. എന്നിട്ട് IPL ഒക്കെ കാണുന്നുണ്ടായിരുന്നോ? IPL കാണുന്നുണ്ട്. അടിപൊളി. ആരെയായിരുന്നു സപ്പോർട്ട് ചെയ്തിരുന്നത്? നമ്മള് രാജസ്ഥാൻ. ഓ അടിപൊളി. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് സ്പോർട്സിന്റെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ. അപ്പൊ ഫുട്ബോൾ എന്താ അത്ര താല്പര്യം ഇല്ല? ഫുട്ബോൾ കുറവാണ്. ക്രിക്കറ്റ് ചെറുപ്പം മുതലേ ക്രിക്കറ്റിനോട് കുറച്ച് ക്രേസ് ഉള്ള കാരണം ഫുട്ബോൾ കാണൽ കുറവാണ്. ആ, ഇപ്പൊ ഈ വീക്കെൻഡ് ഒക്കെ കളിക്കാൻ പോയിരുന്നോ? ഇല്ല, ഇപ്പൊ കുറച്ചേര് പോയില്ല, പക്ഷെ പണ്ട് പോയിരുന്നു. പോവായിരുന്നല്ലേ? ഉള്ള കച്ച ഏരിയകളൊക്കെ ഉള്ള കാരണം പോവാറുണ്ടായിരുന്നു, പിന്നെ ഇപ്പൊ നിർത്തി കുറച്ച്. ആണല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ റെഡിയാണ്, ഞാൻ ചോദിക്കാം. ഇന്ത്യയിലെ ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പായ സന്തോഷ് ട്രോഫി ആരംഭിച്ചത് ഏത് വർഷം? ഫുട്ബോളിനെ പറ്റിയിട്ടാണല്ലോ ക്വസ്റ്റ്യൻ. 1953, 1962, 1941, 1953. ഓക്കെ, നമുക്ക് നോക്കാം കറക്റ്റ് ആണോ എന്നുള്ളത്. എന്തായാലും ഞാൻ ഓപ്ഷൻ പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ ആൻസർ ലോക്ക് ചെയ്തു, പക്ഷേ കറക്റ്റ് അല്ല. 1941 ആയിരുന്നു. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല, ഇനി വിളിക്കില്ലേ? നമ്മൾ നാളെയും വരും 3 in 1 ആയിട്ട്. ഓക്കെ, ബൈ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഒരു കോളും കൂടെ ഉണ്ട്. ഹലോ, ഗുഡ് ഈവനിങ് ശൈലാൻറ്റി. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ആന്ന് ശരി, കഷ്ടായി പോയി. ഓഫീസിൽ വന്നപ്പോൾ സുജു ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇപ്പോഴും പോയതേ ഉള്ളൂ. അയ്യോ, ഭയങ്കര കഷ്ടമായി പോയി. ഞാനിപ്പോ അത് അറിഞ്ഞപ്പോഴാണ് വിചാരിച്ചത്. കുറച്ചുകൂടെ നേരത്തെ കാണാൻ. അതെ, നിങ്ങളൊരു 10 മിനിറ്റ് നേരത്തെ വന്നിരുന്നോ? മതിയായിരുന്നു. ഈവൻ എനിക്ക് അങ്ങോട്ടേക്കും വരാൻ പറ്റിയില്ല, കാരണം കാണാനുള്ള വിധിയില്ല. അതെ, നമുക്ക് ഇനി ഒരു അവസരത്തിൽ എന്തായാലും അടിച്ചു പൊളിച്ച് കാണാൻ പറ്റും. പക്ഷെ ഇപ്പൊ ഒരുപാട് സമയം നിക്കാൻ പറ്റുമോ? അന്ന് കണ്ടോ എല്ലാവരെയും? അത് ഞങ്ങൾ കുറച്ച് സമയം അവരെ കണ്ടു. അതും ഒരു നിമിത്തം, ഈ അമ്മമാരെ കാണാനുള്ള ഒരു നിമിത്തം. നമ്മൾ വരണോന്ന്. ശരി, ഇവനില്ല, അവധി കിട്ടിയപ്പോ ശരി വരാന്ന് പറഞ്ഞു. ശരിക്കും നമ്മള് അവരെ കാണാൻ വേണ്ടിട്ടാണ് ഞാനും ഇവിടെ വന്നത്. ആ ഒരു അത്രയും നേരം ആണെങ്കിൽ പോലും അതാണ്, അല്ല അവരെ കാണാൻ പറ്റി. അതാണ് ഒരു അതിശയം പോലെ എനിക്ക് തോന്നുന്നത്. സംസാരിച്ചോ എല്ലാരുടെ അടുത്തും? ഇല്ല, സംസാരിച്ചില്ല. മറ്റേ ലേഡീസ് ലോഞ്ചിലെ ജോമിനയുടെ അടുത്ത് സംസാരിച്ചു. അതും ഉണ്ടായിരുന്നു. അപ്പൊ ജമിനയാണ് പറഞ്ഞത് സുജി ഉണ്ടായിരുന്നു, ഇപ്പൊ പോയതേ ഉള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും നിങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി പോലെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും അറിയാലോ. ഓഫീസിൽ എല്ലാവരെയും കാണാൻ പറ്റും. എല്ലാവരെയും കണ്ടു, എല്ലാവരും ഇങ്ങനെ ബാക്കിലുണ്ട്. സൗണ്ട് കേൾക്കുമ്പോ നമുക്ക് ഒന്ന് കാണാൻ തോന്നും. അതാണ് ഷോ. അത് കുഴപ്പമില്ല, നമ്മൾ ഇനി ആങ്കേഴ്സ് എല്ലാം കൂടെ ഉള്ള ഒരു ദിവസമായിരിക്കും നിങ്ങൾ കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മൾ വിചാരിക്കുക. അത് നേരത്തെ വിളിച്ചിട്ട് പറയണം ഞങ്ങളോട്, ഇങ്ങനെ സർപ്രൈസ് തരരുത്. അപ്പൊ ഇനിയിപ്പോ എന്താണ് പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഇന്നൊറ്റയ്ക്കേ ഉള്ളു. ഇന്നിപ്പം ഷാർജ എന്നുള്ളവർക്ക് ആർക്കും എത്തിപ്പെടാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് മതിയല്ലോ, കുഴപ്പമില്ല. സനീഷ് ചേട്ടനെ കണ്ടിരുന്നില്ലേ? പ്രോഗ്രാം നമ്മൾ വിളിക്കാത്തോണ്ട്. ഓക്കെ, സനീഷ് ചേട്ടനെ അത്ര അറിയില്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും 3 in 1 ആൾക്കാരാണ് നമ്മള്. എന്തും ചോദിച്ചു, 3 in 1 വിളിക്കണ മാലിക്കാണോ ചോദിച്ചു. നമ്മള് പറഞ്ഞ് നല്ല അറിയാലോ എല്ലാവർക്കും. അതെ, അപ്പൊ ഇനിയൊരു അവസരത്തിൽ എന്തായാലും നമുക്ക് കാണാൻ പറ്റട്ടെ. അതാണ്. അപ്പൊ ശൈലജ, നമുക്ക് ഗെയിമിലേക്ക് പോയാലോ? ഓക്കെ, സ്റ്റാർട്ട്. നമ്മുടെ വീലിങ്ങനെ കറങ്ങി മൂവീസിലെത്തി. ഇന്ന് എനിക്ക് എന്താ അറിയോ, ഞാൻ തന്നെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോ ജിക്ക് അധികം വരാത്തത്. കൂടുതലും മൂവീസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ മൂവീസിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഓക്കെ,
ഓക്കെ, മാലിക്കും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ആ ഉണ്ട്. 2007 ഏറ്റവും മികച്ച കലാ സംവിധായകനുള്ള ദേശീയ പുരസ്കാരം നേടിയ മലയാളി. 2007 തോട്ടാത്തരണി, ആ രാജീവൻ, സാബുസിൽ. ഏറ്റവും മികച്ച കലാ ഓപ്ഷൻ സി. എനിക്ക് തോന്നണ അറിഞ്ഞൂടാ. ഓക്കെ, കറക്കി കുത്തിയതാണോ? അത് നോക്കാം നമുക്ക് കറക്കി കുത്തിയത് കറക്റ്റ് ആയോ എന്നുള്ളത്. ഓപ്ഷൻ സി അല്ലേ ലോക്ക് ചെയ്തേ? നമുക്ക് നോക്കാം സാബുസിലാണോ എന്ന്. കറക്റ്റ് ആൻസർ. നിങ്ങൾ രണ്ടുപേരും കറക്കി കുത്തുന്ന എന്തായാലും കറക്റ്റ് ആവും. അത് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഒന്നുകൂടെ അടുത്തത് സ്റ്റാർട്ട്. നമ്മുടെ ഇതിൽ വിന്നറായ ക്രോക്കഡൈൽ പാർക്ക് കാണാൻ പറഞ്ഞു കേട്ടോ. വരാനും പാടാ. അത് കുഴപ്പമില്ല. സ്റ്റോപ്പ്. GK. ഓ, എത്തി, എന്തായാലും എത്തി, പറഞ്ഞാലും എത്തി. ഓക്കെ, അപ്പൊ GK എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. അടുത്ത ഏതെങ്കിലും സിനിമയ്ക്ക് വല്ലതും പോയിരുന്നോ? ഇല്ല, ഞാൻ മോൻ പോയി. ആണോ? ഓ, ഏതാ കണ്ടെന്ന് ഞാൻ ചോദിക്കാൻ മറന്നേ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കാണ്. യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരം ഏതാണ്? ബെർലിൻ, മാഡ്രിഡ്, ലണ്ടൻ. മാഡ്രിഡ്. സി ആണോ? ലണ്ടനാ പറയുന്നത്? ഒരു കറക്കി കുത്തിൽ ലണ്ടനിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെന്നല്ലേ? കറക്റ്റ് ആൻസർ ആണ്. വീണ്ടും കറക്റ്റ് ആൻസർ. അടുത്ത കറക്കി കുത്തിയാലും കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഓക്കെ, ഇന്ന് ഇതുവരെ നമുക്ക് വിന്നേഴ്സ് ഒന്നും ആയിട്ടില്ല. അപ്പൊ നമുക്ക് നോക്കാം. വീണ്ടും സ്റ്റാർട്ട്. നമ്മുടെ വീട് നല്ല ഇതായിട്ട് കറങ്ങട്ടെ. സ്റ്റോപ്പ്. GK. വീണ്ടും GK. അതെ, എനിക്കൊന്നും ഞാൻ പറഞ്ഞുള്ള വിഷമം കേട്ടിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇതെനിക്കൊന്ന് എളുപ്പമായിരിക്കും. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി, പൊന്മുടി, വാഗമൺ. വാഗമൺ. ഓപ്ഷൻ എ ആനമുടി. ഇതൊക്കെ നമുക്ക് പണ്ട് പഠിക്കാനുണ്ടായിരുന്നല്ലേ? പക്ഷെ ഇനി അതിനേക്കാൾ ഉയരം കൂടിയത് വന്നോന്നറിയോ? ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഒന്നും നമുക്ക് അറിയില്ല. പണ്ടത്തേതൊക്കെ അറിയാമ്പോഴും. കൊള്ളാം, അടിപൊളി. അപ്പൊ കറക്റ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഷൈലാൻഡി ഇന്നത്തെ വിന്നർ ആയിരിക്കുകയാണ്. ഇനി വേറെ വിന്നേഴ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രോക്കഡൈൽ പാർക്കിന്റെ എൻട്രി കൂപ്പൺ നിങ്ങൾക്ക് ആയിരിക്കും കിട്ടുന്നത്. വേറെ വില്ലേജ് കൊടുത്താലും കുഴപ്പമില്ല. അത് നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ ലോട്ടിട്ട് എടുക്കുന്നത്. അപ്പൊ എങ്ങനെയാ വരുന്നത് നമുക്കും അറിയില്ലല്ലോ. ചിലപ്പോ ഭാഗ്യം നിങ്ങളോട് ആണെങ്കിൽ എന്ത് ചെയ്യും? അല്ല, നമ്മള് വരൂല, പിന്നെ വെറുതെ. ഓക്കെ, മനസ്സിലായി. ശരി, ഓക്കെ ഷൈലാൻഡി. അപ്പൊ എന്തായാലും വിളിക്കുക. നാളെ നമ്മൾക്ക് സംസാരിക്കാം. ബൈ. അപ്പൊ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ഞാൻ വരട്ടെ. ഒരു കുട്ടി ബ്രേക്ക്. Welcome back to 3-in-1 in association with Time Express Cargo and Chalrop, and our gift sponsored by Dubai Crocodile Park. അപ്പോൾ ക്രോക്കഡൈൽ പാർക്കിലേക്കുള്ള ഒരു അടിപൊളി ഗിഫ്റ്റ് വൗച്ചറാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. നമ്മുടെ വിന്നർ ആകുന്ന ഒരാളിൽ നിന്ന് ലക്കി ഡ്രോയിലായിരിക്കും നമ്മളിത് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ക്രോക്കഡൈൽ പാർക്കിൻ്റെ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മജ്ലിസ് റെസ്റ്റോറൻറ്റും ഗ്രീൻ ഒലീവ്സ് ബ്യൂട്ടി സലൂണിൻ്റെയും ഗിഫ്റ്റ് വൗച്ചേഴ്സ് ഉണ്ടായിരിക്കുന്നതാണ്. സോ നമുക്കൊരു കോൾ ഉണ്ട്. കോളിലേക്ക് പോവാം. ഹലോ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഇതാരാണ്? ഷജിത്ത്. സജിത്ത്. ഓക്കെ, സജിത്ത് എവിടുന്ന് വിളിക്കുന്നേ? ഞാൻ ഷാർജ. ഇന്ന് വിളിക്കുന്നവരെല്ലാം ഷാർജ എന്നാണല്ലോ. ഷാർജയിൽ എവിടുന്നാ? ഷാർജ അൽനഹദ. ഓക്കെ, എങ്ങനെയുണ്ട് സജിത്ത് അവിടെ? ഇവിടെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. ആണോ? ഓക്കെ ആയി. നിങ്ങൾക്ക് വലിയ എഫക്ട് ചെയ്തില്ല? വലിയ തോതിലില്ല. ആണല്ലേ? ബോർഡർ ഏരിയ ആയിരുന്നോ അൽനഹദ? അതെ, ബോർഡർ ഏരിയ. ഓക്കെ ഓക്കെ, അതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് അറിഞ്ഞില്ല. ഓഫീസൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓഫീസിൽ പോകാൻ പറ്റിയോ? ഇല്ലല്ലോ. ഇല്ല, പോകാൻ പറ്റില്ല. കാരണം റോഡെല്ലാം ക്ലോസ്ഡ് ആണല്ലോ. എനിക്ക് തോന്നുന്നു നമുക്ക് ഷാർജയിൽ നിന്ന് ദുബായിലേക്കുള്ള എക്സിറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. തിരിച്ചു വരുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, ഇങ്ങനെ റോഡ് അപ്ഡേറ്റ്സും എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ അപ് ടു ഡേറ്റ് ആയിട്ട് പോകുന്നുണ്ടല്ലോ അപ്പം. അതുകൊണ്ട് അപ്പൊ ഇനിയിപ്പോ എന്നൊക്കെ ഓഫീസിൽ പോകേണ്ടത്? ഇന്നും പോകേണ്ടി വന്നിനി, പക്ഷേ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. ആണോ? പോയോ? ഓക്കെ, എന്തായിട്ട് വർക്ക് ചെയ്യുന്നേ? ഞാൻ IT സപ്പോർട്ട് ആയിട്ട് വർക്ക് ചെയ്യുന്നു. IT സപ്പോർട്ട്. അപ്പൊ എന്തായാലും പോയേ പറ്റൂ. വർക്ക് ഫ്രം ഹോം നടക്കില്ല.
ആണല്ലേ, ഓക്കെ. എവിടെ ഓഫീസ് എവിടെയാ? ഓഫീസ് കിഫാഫില്. എവിടെ? ഇവിടെ കിഫാഫ് എന്ന് പറയും. കിഫാഫ്, എനിക്ക് എക്സാക്ട്ലി ലൊക്കേഷൻ കിട്ടിയില്ല. കിഫാഫ് ഷെയ്ഖ് സൈദ് റോഡ്. ഷെയ്ഖ് സൈദ് റോഡില്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അന്ന് വല്ല സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയോ? എന്തെങ്കിലും സ്ട്രഗിൾസ് ഉണ്ടായിരുന്നോ നമ്മുടെ മഴ ഉണ്ടായിരുന്ന സമയത്ത്? ഇല്ല, ആ ദിവസം പോകേണ്ടി വന്നില്ല. ആണോ? ഓ, മഴ എന്ന് കേട്ടപ്പോഴേ എന്നെ പോലെയൊക്കെ തന്നെയാണ്. നേരത്തെ തന്നെ വർക്ക് ഫ്രം ഹോം പറഞ്ഞു വെച്ച്. അതെ അതെ നമ്മളൊക്കെ മഴ എന്ന് ഡിക്ലെയർ ചെയ്യുമ്പോ തന്നെ പറയും ഞാൻ വർക്ക് ഫ്രം ഹോം ആണ്. അതെ അതെ. ഇപ്പൊ 2 ദിവസമായിട്ട് പോകാൻ തുടങ്ങിയിട്ട്. അല്ല, പക്ഷെ അതുകൊണ്ട് നന്നായി അല്ലേ? ഇനിയിപ്പോ എല്ലാരും അത് തന്നെ ചിന്തിക്കും. മഴ എന്ന് കേൾക്കുമ്പോഴേ എല്ലാരും പറയും ഞങ്ങൾ വർക്ക് ഫ്രം ഹോം എടുക്കുള്ളൂ. കാരണം അന്ന് സ്ട്രഗിൾ ചെയ്തവരായിരിക്കും ഏറ്റവും കൂടുതൽ പറയുന്നത്. എന്റെ ഒരു ഫ്രണ്ട് ഒക്കെ പറയണ്ടായിരുന്ന ആള് ലിവാനിലാണ് താമസിക്കുന്നത്. അപ്പൊ ആള് അന്നത്തെ ദിവസം ഫുള്ള് ഒരു പെട്രോൾ പമ്പിൽ സ്റ്റേ ചെയ്യേണ്ടി വന്നു. പിറ്റേന്ന് ഏർലി മോർണിംഗ് ആണ് വീട്ടിലെത്തേണ്ടി. അങ്ങനെയൊക്കെ ഒരുപാട്. അതെ അതെ, ഒരുപാട് പേര് നടന്നവരുണ്ട്. അതെ അതെ. അങ്ങനെ ഓരോരോ ഇത് എന്ത് പറയാൻ. അപ്പൊ സജിത്ത് മുന്നേ വിളിച്ചിട്ടുണ്ടോ നമ്മളെ? ഇല്ല, ഇതില് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം ആണ് വിളിക്കുന്നത്? അതെ അതെ. എന്താ ഷോ എന്ന് മനസ്സിലായോ? ഇത്ര നേരം കണ്ടിരുന്നു? കണ്ടിരുന്നു. ആണല്ലേ. അപ്പൊ എന്താന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഗെയിം അറിയാം. അതെ അതെ. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞു നമ്മുടെ വീല് കറങ്ങുന്നതായിരിക്കും. ഓക്കെ, സ്റ്റാർട്ട്. 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 നമ്മുടെ വീല് കറങ്ങാൻ തുടങ്ങി. ഇതില് കാണുന്നില്ല. സ്റ്റോപ്പ് പറയണേ. ആ, നമ്മള് കാണുന്നില്ല. സ്റ്റാർട്ട് ചെയ്തത് ചെറിയൊരു ഡിലേ ഉണ്ടാവും നമുക്ക് ടിവിയില്. ഓക്കെ, അപ്പൊ നമ്മളുടെ വീല് കറങ്ങിയിട്ട് ഇമേജിലാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാല് നിങ്ങൾക്ക് ടിവിയിൽ ഒരു ഇമേജ് കാണിക്കും. അതിനെ ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ടി വി ശ്രദ്ധിക്കണേ. ഓക്കെ, ഇപ്പൊ ടിവിയിൽ ഒരു ഇമേജ് കാണിക്കുന്നുണ്ട്. ആ ചിത്രത്തിന്റെ സംവിധായകൻ ആരാന്നാണ് ചോദിച്ചേക്കുന്നത്. ഏത് സിനിമയെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതിന്റെ സംവിധായകൻ ആരാണെന്ന് പറയണം. ഹരികൃഷ്ണൻ, വിശ്വംഭരൻ, മാത്യു പോൾ. നമുക്ക് 20 സെക്കൻഡ്സേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ പറയാം. മൂവി ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ കറക്കി കുത്തോ? വിശ്വംഭരൻ. ഓക്കെ, നമുക്ക് നോക്കാം വിശ്വംഭരൻ കറക്റ്റ് ആൻസർ ആണോ എന്നുള്ളത്. വീട്ടിലാരൊക്കെ ഉള്ളത്? വീട്ടിലാരുമില്ല. ആണോ? ബാച്ചിലർ ആണോ? അതെ അതെ. ഓക്കെ, അപ്പൊ എങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നോ ഈ ഒരു സമയത്തൊക്കെ? ഫുഡ് ഹോട്ടലെല്ലാം ഓപ്പൺ ആയിരുന്നു. ഓപ്പൺ ആയിരുന്നു. ഓക്കെ, അല്ലാതെ ഏരിയയിൽ വല്ല പ്രശ്നം ഉണ്ടായിരുന്നില്ലേ ഹോട്ടൽസിനൊന്നും? ഓക്കെ, അപ്പൊ വിശ്വംഭരൻ കറക്റ്റ് ആൻസർ ആണ്. ഏത് സിനിമയെന്ന് മനസ്സിലായോ? കറക്കി കുത്തിയതല്ലേ? ടച്ചിലെടുത്ത് ചുണ്ടനാണോ? ആണോ? ആണോ? എഴുപുന്ന തരകനായിരുന്നു. എന്തായാലും കറക്കി കുത്തി അവിടെ എത്തി കറക്റ്റ് ആൻസറിൽ. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് വീണ്ടും സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറയും. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റിലേക്ക് പോവാം. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത കാറ്റഗറി മൂവീസിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ മൂവീസിൽ നിന്ന് ഞാൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകണം. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോളൂ. ദേശീയ അവാർഡ് നേടിയിട്ടുള്ള ഈ ചിത്രത്തിൽ ബാലതാരമായ സുരേഷ് ഗോപി ആദ്യം സിനിമയിൽ വന്നത്. ബാലതാരമായിട്ടാണ് ഈ സിനിമയിൽ സുരേഷ് ഗോപി ആദ്യമായിട്ട് വന്നത്. ഓക്കെ, ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഓടയിൽ നിന്ന്, ചെമ്മീൻ, അടിമകൾ. സുരേഷ് ഗോപി ബാലതാരമായിട്ട് വന്ന ദേശീയ അവാർഡ് നേടിയിട്ടുള്ള ഈ ചിത്രം. ദേശീയ അവാർഡ് നേടിയിട്ടുള്ള എന്ന് പറഞ്ഞ് എടുത്ത് പറഞ്ഞു. ഓടയിൽ നിന്ന്. നമുക്ക് നോക്കാം. കറക്റ്റ് ആൻസർ. അടിപൊളി സജിത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ ഉള്ളു, ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വേറെ ഒരു വിന്നറും കൂടെ ഉണ്ട്. നമുക്ക് ക്രോക്കഡൈൽ പാർക്കിലേക്കുള്ള ആ ഒരു ലക്കി ഡ്രോയിലേക്കുള്ള എൻട്രി പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞു. സ്റ്റാർട്ട്. ഒന്നും കൂടെ സ്റ്റാർട്ട് പറയോ? സ്റ്റാർട്ട്. സ്റ്റോപ്പ്. യുവർ ചോയ്സ്. അപ്പൊ അടിപൊളിയായിട്ടുണ്ട്. സജിത്തിന് ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറി ചൂസ് ചെയ്യാം. നമ്മൾ അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. സജിത്തിന് ഇഷ്ടമുള്ള ഒരു കാറ്റഗറി പറഞ്ഞു. മ്യൂസിക് ഭയങ്കര ഇഷ്ടം. പാട്ട് പാടുവോ? പാടാനില്ല, അങ്ങനത്തെ പറയരുത്, സത്യം പറ. ചെറുതായിട്ട് പാടില്ലോ? പാടിക്കഴിഞ്ഞാലും ആ പാട്ട്
വേറെ മാറിപ്പോയി, അതുകൊണ്ട് പാടാൻ ശ്രമിക്കാറില്ല. ഓക്കെ, കൊള്ളാം എന്തായാലും. അപ്പൊ മ്യൂസിക് വന്നത് കൊണ്ട് നമുക്ക് ടിവിയുടെ വോളിയം കുറച്ചും കൂടെ കൂട്ടി വെച്ച് മ്യൂസിക് നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ടിവിയിൽ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ഓക്കെ ഓക്കെ, കേട്ടോളൂ. ഓക്കെ, ഈ പാട്ട് ഏത് സിനിമയിലേതാണ്? പിക്നിക്, മരം, കടത്ത്. കുറച്ച് ഫേമസ് പാട്ടാണ്, പഴയതാണെങ്കിലും. പാട്ടെല്ലാം കേട്ടിട്ടുണ്ട്. ആ, പാട്ട് നല്ല ഫേമസ് ആണ്, പഴയ പാട്ടാണെങ്കിൽ പോലും ഫേമസ് ആണ്. കടത്ത്. കടത്ത്. അയ്യോ പോയി. ഞാൻ വിചാരിച്ചിരുന്ന സ്ഥലത്ത് കൊണ്ടുപോകുന്നു. ലാസ്റ്റ് കൊണ്ടേ കലോടിച്ച്. മരമായിരുന്നു കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നാളെ വിളിക്കോ? നാളെ നമുക്ക് 3 in 1 ഉണ്ട്, സെയിം ടൈം. എന്തായാലും വിളിക്കണം കേട്ടോ. ബൈ ബൈ. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാണ്? ജോഷ് എന്നാണ് പേര്. ജോഷ്, അടിപൊളി, നല്ല പേര്. എവിടുന്ന് വിളിക്കുന്നേ? സിലിക്കൺ ഒയാസിസ്. സിലിക്കൺ ഒയാസിസിൽ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളെ മഴയും കാര്യങ്ങളും, നമ്മുടെ മഴയെ പറ്റിയാണ് ഫുള്ള് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ ഒരു മഴ സീസൺ കഴിഞ്ഞിട്ട് ഇന്നാണെന്ന് ഷോയിലേക്ക് വന്നത്, അതുകൊണ്ട് ഫുള്ള് മഴയെ പറ്റിയാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പൊ എന്തറിയോ, നമ്മളെ വിളിക്കുന്നവര് പോലും സേഫ് ആണോ എന്ന് അറിയുന്നത് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ കൂടെയാണ്. എങ്ങനെയുണ്ടായിരുന്നു ജോഷിന്റെ എക്സ്പീരിയൻസ്? ഇവിടെ വലിയ കുഴപ്പമുണ്ടായില്ല, പക്ഷെ ഞാൻ റോഡിൽ പെട്ടുപോയി. ആണോ? ആദ്യത്തെ ദിവസം കുറച്ച് ഒരു വെളുപ്പിന് 5 മണി വരെ റോഡിൽ പെട്ടുപോയി. ആണ്, നമ്മളിപ്പോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചില ആൾക്കാരൊക്കെ ഏർലി മോർണിംഗ് ആണ് വീട്ടിലേക്ക് എത്തിയെന്നുള്ളത്. അതെ അതെ, അതുകൊണ്ട് എഴുതി കാണിച്ചാ വർക്ക് ഫ്രം ഹോം വിളിക്കാം, എന്താ ചെയ്യാ. അതെ, മഴ എന്ന് എഴുതി കാണിക്കുമ്പോഴേ നമ്മളിനി എല്ലാവരും അത് തന്നെ ആയിരിക്കും, ഭയങ്കര അലേർട്ടായിരിക്കും. ഇപ്പൊ ഇന്നും നാളെയൊക്കെ കുറച്ച് റെയിൻഫോൾ പറയുന്നുണ്ടായിരുന്നല്ലോ, പക്ഷെ ഇന്നിപ്പം വലിയ സീൻ ഉണ്ടായില്ല. ഇല്ല, ഇന്ന് വലിയ കുഴപ്പമില്ല. അതെ, ഇനിയിപ്പോ നാളെ എങ്ങനെയാന്ന് അറിയത്തില്ല, പക്ഷെ സ്റ്റിൽ എല്ലാരും ഒരു ഇതിലാണ് ഇരിക്കുന്നത്. ഇല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു അന്ന് ഉണ്ടായിരുന്ന പോലെ ഒരു മഴ ഇനി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതുണ്ടാവില്ലായിരിക്കും. അതെ, എനിക്കൊന്നും അത്രയ്ക്ക് തോന്നിയില്ലായിരുന്നു, കാരണം ആഫ്റ്റർനൂൺ ഒക്കെ ഞാൻ ജസ്റ്റ് താഴേക്ക് ഇറങ്ങി പോയി നോക്കിയപ്പോ അത്രയ്ക്ക് ഫീൽ ചെയ്തില്ല. അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോ എനിക്ക് അന്നൊരു ഈവന്റ് ഉണ്ടായിരുന്നു, അതിന് പോവാൻ വേണ്ടി ഇറങ്ങിയപ്പോ അപ്പോഴാണ് ആ ഇന്റൻസിറ്റി മനസ്സിലാവുന്നത്. അത്രയ്ക്ക് കാറ്റും ആ ഒരു മഴയും. നമുക്ക് മെട്രോ ശരിക്കും പറഞ്ഞാൽ വാക്കബിൾ ഡിസ്റ്റൻസിലാണ്, മെട്രോ പോലും എത്താൻ പറ്റുന്നില്ല വണ്ടിയില്, അത്രയ്ക്കും മഴയായിരുന്നു. ശരിക്കും എന്താ പറയാ, നമ്മുടെ നാട്ടിലെ ആ ഒരു ഫ്ലഡിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് പലയിടത്തുനിന്ന് മഴ ഉണ്ടാവും, ഉരുൾപൊട്ടലും ഇതെല്ലാം കൂടെ ചേർന്ന് നാട്ടിൽ ഫ്ലഡ് വരുന്നത്. പക്ഷെ ഇവിടെ ആ ഒരൊറ്റ റെയിനിലാണ് ഫുള്ള് ഫ്ലഡ് ആയത്. എന്തായാലും ബാക്ക് ടു നോർമൽ ലൈഫ് ആവുന്നുണ്ട്. ഈ ഒരു വിത്തിൻ 1 വീക്ക് കൊണ്ട് ഓൾമോസ്റ്റ് എല്ലായിടത്തും ബാക്ക് ടു നോർമൽ ആയില്ലേ. ദുബായ് എനിക്കൊന്നും ഓൾമോസ്റ്റ് നോർമൽ ലൈഫിലെത്തി. ഷാർജയിലാണ് കുറച്ചും കൂടെ ഒരു ഇതുള്ളത്, പക്ഷെ അതും ഓൾമോസ്റ്റ് ഇപ്പൊ ശരിയായി വരുന്നുണ്ട്. ഇന്നിപ്പം എനിക്കറിയാൻ കഴിഞ്ഞാൽ എന്റെ 1-2 ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഇലക്ട്രിസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇന്നിപ്പോ എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് ഓൾമോസ്റ്റ്. വെള്ളവും ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോ അവര് ഹോട്ടലിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തി. അതാണ് എന്തായാലും. ഓ അതെ അതെ അതെ, ഇനിയിപ്പോ എല്ലാം ഒന്ന് ശരിയാക്കണം. എന്തായാലും നമ്മുടെ അതോറിറ്റീസ് അത്ര നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാം ഇൻഷുറൻസ് ആയാലും ഓൾമോസ്റ്റ് എല്ലാം ഡിക്ലെയർ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ബാക്ക് ടു നോർമൽ ആകും സൂൺ. ഓക്കെ, അപ്പൊ ജോഷിന് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു തരണോ ഗെയിം? ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ 3 in 1 എന്ന് പറഞ്ഞാൽ 3 questions in 1 minute. അപ്പൊ ഞാൻ 3 questions ചോദിക്കുന്നതിന് എന്റെ അടുത്തൊരു വീലുണ്ട്. ഈ വീലിനെ കറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറയും. അപ്പൊ ഈ വീലിൽ ഓരോ കാറ്റഗറീസ് എഴുതിയിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ വന്ന് പോയിന്റ് ചെയ്യും. ആ കാറ്റഗറിയിൽ നിന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെ ഓരോ പ്രാവശ്യവും 3 പ്രാവശ്യം നിങ്ങൾ അങ്ങനെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറയണം. അപ്പൊ ഓരോ കാറ്റഗറിയിൽ നിന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചോണ്ടിരിക്കും. 20 seconds ഈച്ച് ആയിരിക്കും. ഓക്കെ, 3ഉം കറക്റ്റ് ആൻസർ ആയിരിക്കണം. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞു. സ്റ്റാർട്ട്. ടി വി ഉണ്ടല്ലോ അല്ലേ? ഇല്ല, IPL ആയത് കാരണം ടിവിയിലേക്ക് ആക്സസ് ഇല്ല. ഓക്കെ ഫൈൻ, അപ്പൊ ഞാൻ എന്തായാലും പറഞ്ഞു തരാം. നമ്മുടെ വീല് കറങ്ങി സ്റ്റോപ്പ് പറഞ്ഞല്ലോ. ഓക്കെ, സ്റ്റോപ്പ്. നമ്മുടെ വീല് കറങ്ങി നിന്നത് GK-യിലാണ്. കുഴപ്പമില്ല, GK-ന്ന് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ട്രൈ, അത്രേ ഉള്ളൂ. KKPP അത്രേ ഉള്ളൂ. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോളൂ. ഏത് രാജ്യമാണ് ആദ്യമായി സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയത്? ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, കാനഡ. ഏത് രാജ്യമാണ് ആദ്യമായി സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയത്?
ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, കാനഡ. ന്യൂസിലൻഡ് ആണോ? ന്യൂസിലാൻഡ് ആണോ? ആണോ? എങ്ങനെ നമുക്ക് നോക്കാം കറക്റ്റ് ആൻസർ ആണോ. ന്യൂസിലാൻഡ് കറക്റ്റ് ആൻസർ. ഓക്കെ. അടിപൊളി. കറക്കി കുത്തിയതാണല്ലോ അല്ലേ? അതെ അതെ അതെ. അടിപൊളി. ഇത്ര വലിയ ജീക്കിൽ പരിജ്ഞാനൊന്നും. ഓക്കെ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് വീണ്ടും സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞു. ഓക്കെ, സ്റ്റാർട്ട്. സ്റ്റാർട്ട്. വീല് കറങ്ങുന്ന സ്റ്റോപ്പ്. ഓക്കെ, മ്യൂസിക് ആണ് എത്തിയേക്കുന്നത്. പക്ഷെ അപ്പൊ മ്യൂസിക് കേൾക്കാൻ പറ്റുമോ? ഫോണിലൂടെ കേൾക്കാൻ പറ്റുന്നുണ്ടാവോ? ഓക്കെ, നമുക്കൊന്ന് മാറ്റിയിട്ട് സ്പോർട്സ് തരട്ടെ, കാരണം മ്യൂസിക് ചിലപ്പോൾ ഫോണിൽ അത്ര ക്ലിയർ ആവില്ല. ഓക്കെ, അപ്പൊ നമ്മൾ സ്പോർട്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ശ്രദ്ധിച്ച് കേട്ടോണം. സ്പോർട്സ് ഒക്കെ എങ്ങനെയാ? അപ് ടു ഡേറ്റ് ആണോ? കുഴപ്പമില്ല. IPL കാണുന്നുണ്ടെന്ന് ഇപ്പൊ പറഞ്ഞോളല്ലോ. അതെ അതെ, കുഴപ്പമില്ല. നമുക്ക് താല്പര്യമുള്ള മേഖലകളാണെങ്കിൽ പിന്നെയും ഓക്കെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യ സ്പോർട്സ് മ്യൂസിയം സ്ഥാപിതമായത് എവിടെ? സ്പോർട്സ് മ്യൂസിയം. ഡൽഹി, പട്യാല, തമിഴ്നാട്. അയ്യോ, ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം. ഡൽഹി, പട്യാല, തമിഴ്നാട്. പട്യാല, തമിഴ്നാട്. പെട്ടെന്ന് 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 ടൈം ഔട്ട് ആവരുത്. ഏതെങ്കിലും ഒന്ന്. പട്യാല. പട്യാല തന്നെ ഉറപ്പിച്ചാ? ഉറപ്പിക്ക്. കറക്റ്റ് ആൻസർ. ഓ, നന്നായി മാറാത്തത് കേട്ടോ. അപ്പൊ ജോഷ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ച് കേട്ടോ, ശ്രദ്ധിച്ച് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ഒക്കെ പറഞ്ഞ് ഏതെങ്കിലും നല്ലൊരു കാറ്റഗറി എടുത്തോ. സ്റ്റാർട്ട്. ഓക്കെ, നമ്മുടെ വീല് കറങ്ങി. സ്റ്റോപ്പ്. ഓക്കെ, സ്റ്റോപ്പ്. GK. വീണ്ടും GK. ഓക്കെ, അപ്പൊ GK വലിയ കുഴപ്പമുണ്ടാവില്ല, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ GK ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ശ്രദ്ധിച്ചു കേട്ടോളൂ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ. അയ്യോ, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം ഏതൊക്കെയായിരുന്നു? തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ. വീണ്ടും നമ്മുടെ മലയാള ഭാഷ. ആ, നമ്മള് ടിവിയില് ആൻസർ കാണിച്ചു. കോട്ടയം. ഒരു മിനിറ്റ്. തിരുവനന്തപുരമാണ് കറക്റ്റ് ആൻസർ. എപ്പോഴും നമ്മുടെ തലസ്ഥാനമാണ്. അക്ഷരനഗരി കോട്ടയമാണ്, പക്ഷെ എപ്പോഴും നമ്മുടെ തലസ്ഥാനത്താണ് ഓൾമോസ്റ്റ് എല്ലാത്തിന്റെയും ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളും എല്ലാം പണ്ടോട്ടെ ഉണ്ടായിരുന്നതാണ്. അതാണ് ആസ്ഥാനമായത്. തൃശ്ശൂരിലാണല്ലേ പോയത് അല്ലേ? ഞാൻ തൃശ്ശൂരായിരിക്കുമോ? നന്നായി. എന്തായാലും ഇപ്പൊ വിഷമിക്കണ്ട, തിരുവനന്തപുരമായിരുന്നു. ഓക്കെ, അപ്പൊ ഇനിയും വിളിക്കുക. ഞാൻ വിചാരിച്ചു ഇന്ന് അടിച്ചോണ്ട് പോകുന്ന വിചാരിച്ചത്. അപ്പൊ നാളെ എന്തായാലും നോക്കാം. ഹലോ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. വെൽക്കം ടു 3 in 1. ഇതാരാണ്? തുളസി. അടിപൊളി, നല്ല പേര്. തുളസി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ് ഫീലിംഗ് തോന്നുന്നു. എവിടെ നിന്ന് തുളസി വിളിക്കുന്നേ? ഞാൻ ബുത്തീന, ഷാർജ ബുത്തീന. ഓക്കെ. ഇപ്പൊ ഇന്നിപ്പോ വിളിക്കുന്ന എല്ലാരോടും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്. എങ്ങനെയുണ്ട്? നിങ്ങൾ സേഫ് ആണോ? ഓക്കെ ആണോ? എങ്ങനെയുണ്ടായിരുന്നു? നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു. ആണല്ലേ? അന്നത്തെ ദിവസമൊക്കെ കുറച്ച് കഷ്ടപ്പെട്ടു. അന്നത്തെ ദിവസം മാത്രമല്ല, അത് കഴിഞ്ഞിട്ടും കുറച്ച് ദിവസം ആയിരിക്കുമല്ലോ ഉറപ്പായിട്ടും. വേറെ റൂമിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? ഇലക്ട്രിസിറ്റി, വെള്ളം, അതിങ്ങനെ എന്തെങ്കിലുമൊക്കെ? ബിൽഡിങ്ങിൽ താഴത്തെ ഭാഗത്തൊന്നും ഇലക്ട്രിസിറ്റി ഉണ്ടായിട്ടില്ല. പക്ഷെ നമുക്ക് റൂമിലൊക്കെ ഉണ്ടായിരുന്നല്ലേ? റൂമിലൊന്നും കുഴപ്പമില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും ഈ ഒരു വീക്ക് ഫുൾ ആയിട്ട് വീട്ടിലിരുന്നത് ആയിരിക്കും അല്ലേ? കഴിഞ്ഞ ട്യൂസ്ഡേ തൊട്ടിട്ട് ഇന്നലെ വരെ എല്ലാവരും വീട്ടിലായിരുന്നിരിക്കണം. താഴേക്ക് പോലും ആരും ഇറങ്ങിയിട്ടുണ്ടാവില്ല അധികം, എനിക്ക് തോന്നുന്നു. കൊള്ളാം. അപ്പൊ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഗെയിംസ് ഒക്കെ പ്ലാൻ ചെയ്യണ്ടായിരുന്നോ? ബോറടി മാറ്റാൻ? അങ്ങനെയൊന്നുമില്ല. ഇല്ല അല്ലേ? ഇങ്ങനെ ഇരിക്കുക തന്നെയായിരുന്നു. ഓക്കെ, അപ്പൊ തുളസി, നമ്മുടെ ഗെയിം അറിയാമല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോയാലോ? സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞോളൂ. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. ഓക്കെ, നമ്മുടെ വീല് കറങ്ങിയിട്ട് പൊളിറ്റിക്സിൽ എത്തിയിരിക്കുന്നു. പൊളിറ്റിക്സിൽ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? എല്ലാവരും ഇല്ലേ? ഫാമിലി എല്ലാവരും സപ്പോർട്ട് ചെയ്യാനായാലും? ഓക്കെ, അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാണ്. LK അദ്വാനി ജനിച്ചത് എവിടെയാണ്? അമൃത്സർ, ലാഹോർ, കറാച്ചി.
LK അദ്വാനി. അമൃത്സർ. അമൃത്സർ. ഓക്കെ, നമുക്ക് ലോക്ക് ചെയ്യാം. കറക്റ്റ് ആണോ എന്ന് നോക്കാം. നല്ല കോൺഫിഡന്റ് ആയിട്ട് പറയുന്നുണ്ടല്ലോ. പക്ഷെ കറാച്ചി ആയിരുന്നു. ആരോ ഉത്തരം പറഞ്ഞു തന്നെ? ആരെങ്കിലും പറഞ്ഞു തന്നാണോ സ്വന്തമായിട്ട് പറഞ്ഞാണോ? കറക്കി കുത്തിയത്. ഇത്ര പെട്ടെന്ന് കറക്കി കുത്തിയപ്പോ ഞാൻ വിചാരിച്ചു ഭയങ്കര കോൺഫിഡന്റ് ആണ്. പക്ഷെ കറാച്ചി ആയിരുന്നു. ഓക്കെ ഓക്കെ തുളസി, അപ്പൊ നാളെ വിളിക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. വെൽക്കം ടു 3 in 1. ആരാണ്? റെനീം. റെനിൻ. ആ, ഓക്കെ, നല്ലൊരു ഡിഫറെന്റ് പേരാണല്ലോ റെനിൻ. എവിടുന്ന വിളിക്കുന്നേ? ദുബായിന്ന്. ദുബായിന്ന്. എന്ത് ചെയ്യുന്നു റെനിൻ? പഠിക്കുന്ന. പഠിക്കുകയാണ്. ഏത് ക്ലാസ്സില്? 6th. 6th. ഓ നൈസ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ ഈ ഒരു 1 week ഒക്കെ? ഫുൾ ഓൺലൈൻ ക്ലാസ് ആയിരുന്നില്ലേ? ആ, ഓൺലൈൻ ക്ലാസ്. ആ, ഇഷ്ടപ്പെട്ട ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടായിരുന്നു മര്യാദക്ക്? അതോ ബോറടിച്ചാ? ബോറാണല്ലേ. നാളെ തൊട്ട് എങ്ങനെയാണ് ഇപ്പോ? നാളെ ഇപ്പോ ഓൺലൈൻ തന്നെ. ഓൺലൈൻ തന്നെയാണോ? ഏത് സ്കൂളിലപ്പോ? ഇപ്പം ഗർഹൂദില് ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂള്. ന്യൂ ഇന്ത്യനിലാണല്ലേ. ഓക്കെ ഓക്കെ. എനിക്കൊന്ന് ചില സ്കൂൾസ് ഒക്കെ ഹൈബ്രിഡിലേക്ക് വന്നല്ലോ, അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ എന്തായാലും ഓൺലൈൻ തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ. ഈ വീക്ക് നമുക്ക് ഓൺലൈൻ ആയിട്ട് അടിച്ചു പിടിക്കാൻ തോന്നുന്നു. ക്ലാസ്സിലൊക്കെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. 2 weeks ഒക്കെ ഓൺലൈൻ ആയി പോകുന്നുണ്ട്. ഒരുപാട് പോർഷൻസ് ഒക്കെ കവർ ചെയ്യില്ലേ? ഇതിന്റെ ഇടയ്ക്ക് കളിക്കാനൊക്കെ പോയോ മഴയത്ത്? ആ നൈസ്. ഓക്കെ, അപ്പൊ ഗെയിം അറിയാമോ റെനിൻ? അറിയാലോ. അപ്പൊ നമുക്ക് പോയാലോ ഗെയിമിലേക്ക്? സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞോ. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞോളൂ. ഓക്കെ, സ്റ്റാർട്ട്. റെനി, ടിവിയുടെ വോളിയം കുറച്ച് കുറയ്ക്കോ? ഓക്കെ, സ്റ്റോപ്പ് പറഞ്ഞോ. സ്റ്റോപ്പ്. ഓക്കെ, സ്പോർട്സിലാണ്. റെനിൻ സ്പോർട്സ് ഇഷ്ടമുള്ളതെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ സ്പോർട്സിൽ നിന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. TV കുറച്ച് വോളിയം കുറയ്ക്കണേ, കാരണം നമുക്ക് അവിടെ ലാഗ് ഉണ്ടാവും. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോളൂ. ടൊമാറ്റോ ക്യാൻ എന്നത് ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടതാണ്? ടൊമാറ്റോ ക്യാൻ. പിങ് പോങ്, ബാഡ്മിന്റൺ, ബോക്സിംഗ്. ടിവിയിൽ കാണുന്നില്ല. ഓക്കെ ഫൈൻ, ഇപ്പൊ വരും. ഒരു ചെറിയൊരു ലാഗ് ഉണ്ടാവും. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോളൂ. ടൊമാറ്റോ ക്യാൻ എന്നത് ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പിങ് പോങ്, ബാഡ്മിന്റൺ, ബോക്സിംഗ്. പെട്ടെന്ന്. ബാഡ്മിന്റൺ. ഓക്കെ, നമുക്ക് നോക്കാം കറക്റ്റ് ആൻസർ ആണോ. ബോക്സിംഗ് ആയിരുന്നു റെനിൻ. ബോക്സിംഗ് ആയിരുന്നു, പിങ് പോങ്. ഓക്കെ, അപ്പൊ നാളെ വിളിക്കണം കേട്ടോ. നോ പ്രോബ്ലം. അപ്പൊ നമുക്ക് ഒരു കോളറും കൂടെ ഉണ്ട്. ഹലോ. ഹലോ, ഗുഡ് ഈവനിങ്. നമ്മുടെ കോളർ പോയോ? ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ വിളിക്കേണ്ട നമ്പർ 0423822491. ഇന്ന് എനിക്ക് ഒരുപാട് പേരെടുത്ത് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. കൂടുതലും ഷാർജ ഏരിയയിൽ നിന്നൊക്കെ ഉള്ളവരടുത്ത് ചോദിച്ച വിശേഷങ്ങളൊക്കെ അറിയാൻ പറ്റിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്, എല്ലാവരും ഓക്കെ ആണോ എന്നുള്ളത്. അപ്പൊ ഇനി വിളിക്കാനുള്ളവർക്ക് വിളിക്കുക. 0423822491 ഞാനിവിടെ 8:30 വരെ ഉണ്ടാവും. അപ്പൊ ഈ ഒരു മഴയുടെ സമയത്ത് നമുക്ക് 1-2 നല്ല ഫിലിംസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ആവേശമുണ്ടായിരുന്നു. ഇതൊക്കെ എന്താ പറയുക, ഈക്വലി ബീറ്റ് ചെയ്ത ഫിലിംസ് ആണെന്ന് പറയാം. വർഷങ്ങൾക്ക് ശേഷം ഒരു സൈഡിൽ ഭയങ്കര ഒരു എക്സൈറ്റിംഗ് മൂവി ആണെങ്കിലും ആവേശം ഭയങ്കര കോമഡി ഫിലിമാണ്. അപ്പൊ നമുക്കൊരു കോൾ വന്നിട്ടുണ്ട്. ഹലോ. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. വെൽക്കം ടു 3 in 1. ഇതാരാണ്? നിഹ. നിഹ. നിഹ പഠിക്കുകയാണോ നിഹ? ഏത് ക്ലാസ്സിലാ? 7th. കുറച്ചും കൂടെ നമുക്ക് എനർജി ആയിട്ട് സംസാരിക്കാം. കുറച്ചും കൂടെ ഒരു എനർജി ആയിട്ട് സംസാരിക്കാം നമുക്ക്. നമ്മൾ 3 in 1 വിളിച്ചിരിക്കുന്നത്, നമ്മൾ ഗെയിം കളിക്കാനല്ലേ വിളിച്ചത്. അപ്പൊ കുറച്ചും കൂടെ ഒരു എനർജി ആവാം. ഓക്കെ നിഹ, അപ്പൊ ഗെയിം അറിയാലോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറയാം. ഓക്കെ, സ്റ്റാർട്ട്. അത് തന്നെ, ആ ഒരു ഇത് വരട്ടെ. സ്റ്റാർട്ട്. എന്നാലേ നമ്മുടെ വീല് കറങ്ങുള്ളൂ. വീലിനും കുറച്ച് എനർജി ഒക്കെ ആവശ്യമുണ്ട്. സ്റ്റാർട്ട്. നമ്മുടെ വീല് ഇങ്ങനെ കറങ്ങാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. അപ്പം സ്റ്റോപ്പ് പറയുവോ? സ്റ്റോപ്പ്. ഓക്കെ, മ്യൂസിക് ആണ്. നിഹ, അപ്പൊ TV ഉണ്ടല്ലോ അല്ലെ? കുഴപ്പമില്ല. ടിവിയിൽ ശ്രദ്ധിച്ചോളൂ. മ്യൂസിക് ആകുമ്പോ കുറച്ചും കൂടെ ടിവിയുടെ സൗണ്ട് കൂട്ടി വെച്ചോ. അത് കഴിയുമ്പോ കുറയ്ക്കണേ. ഓക്കെ,
ഞാനൊരു മ്യൂസിക് ഇട്ടേ. ഞാനൊരു മ്യൂസിക് ഇട്ടിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? വേണ്ട വേണ്ട, അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഭയങ്കരമായിട്ട് പാട്ടൊക്കെ പാടും. എന്താണ് നിഹ അത്? ഭയങ്കര മോശമായി പോട്ടെ, എനിക്ക് ഭയങ്കര വിഷമമായി. ടി വിയിൽ ശ്രദ്ധിച്ചോ? കുറച്ച് ഡിലേ ആണ്, ശ്രദ്ധിച്ചോളൂ. ഭയങ്കര ഫേമസ് പാട്ടാണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന നടൻ ആരാണ്? മോഹൻ, പ്രഭു, വിജയകാന്ത്. പെട്ടെന്ന്. പ്രഭു അല്ല, മോഹൻ ആയിരുന്നു കറക്റ്റ് ആൻസർ. ധാര പ്രഭു എന്ന് പറഞ്ഞു തന്നെ. ഞാൻ തന്നെ പറഞ്ഞതാണല്ലേ നിഹ. ഓക്കെ നിഹ, അപ്പൊ എന്തായാലും നാളെ വിളിക്കുക. നമ്മൾ 7:30 to 8:30 ഉണ്ടാവും. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. അടുത്തൊരു കോൾ എടുക്കുന്നതാണ്. ഹലോ. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. വെൽക്കം ടു 3 in 1. ആരാണ്? എന്റെ പേര് സജിത്ത് ബാലകൃഷ്ണൻ. സജിത്ത്. ഓ നൈസ്. തമിഴാ? അല്ല, മലയാളി. മലയാളിയാണ്. അപ്പൊ ഒരു മിക്സ് ഒരു ഇത് തോന്നി എനിക്ക്. അല്ല, അങ്ങനെ എല്ലാവരും പറയുന്നുണ്ട്. ഓക്കെ, എവിടുന്ന് വിളിക്കുന്നേ? ഞാന് നാഷണൽ പെയിന്റ്സ്. ഓക്കെ സജിത്ത്, അപ്പൊ നമ്മുടെ ഗെയിം കണ്ടിട്ടുണ്ടോ 3 in 1? കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോവാം. കുറച്ച് ടൈം കുറവായതുകൊണ്ടാണേ. അപ്പൊ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞോളൂ. സ്റ്റാർട്ട്. നമ്മുടെ വീല് കറങ്ങുന്നുണ്ട്. സ്റ്റോപ്പ് പറയൂ. സ്റ്റോപ്പ്. യെസ്. എവിടെ നമ്മൾ വീലിൽ നിന്നേ? മ്യൂസിക്കില്. സജിത്ത് ടിവിയിൽ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? ഓക്കെ, അപ്പൊ ടിവിയുടെ വോളിയം കുറച്ച് കൂട്ടി വെച്ചോളൂ. നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്യുന്നതായിരിക്കും. അതിനെ റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ. ഇത് ഏത് സിനിമയിലെ മ്യൂസിക് ആണ്? സദാനന്ദന്റെ സമയം, കൊച്ചി രാജാവ്, ക്രോണിക് ബാച്ചിലർ. ഭയങ്കര ഫേമസ് ആണ്. പോരട്ടെ. സദാനന്ദന്റെ സമയം. നമുക്ക് നോക്കാം കറക്റ്റ് ആണോ എന്നുള്ളത്. കറക്റ്റ് ആൻസർ. ഓക്കെ സജിത്ത്, അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ വീണ്ടും സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. സൈത്തിന്റെ എനർജി കൂടിയല്ലേ. GK. ഓക്കെ, അപ്പൊ GK ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. GK ഒക്കെ നല്ല അരച്ച് കലക്കി കുടിച്ച് വെച്ചിരിക്കല്ലേ? ഓക്കെ. മാതൃഭൂമി പത്രം ആരംഭിച്ച വർഷം? ഓക്കെ. 1923, 1924, 1925. 19 ആണ്. ഇല്ല, 19 ആണ്. 23, 24, 25. പെട്ടെന്ന്. 23. കറക്റ്റ് ആണ്. ലോക്ക് ചെയ്യാണ്. കറക്റ്റ് ആൻസർ. അപ്പൊ സജിത്ത്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കളയരുത്. ഇപ്പൊ 2-3 കോളേഴ്സ് ആയി ലാസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് പോകുന്നു. കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യാട്ടോ. ടൈം ഔട്ട് ആവരുത്. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞു. സ്റ്റോപ്പ്. സ്വിച്ച് ഇട്ട പോലെ നിന്നു. വീണ്ടും ഇമേജ്. ഓക്കെ, ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടിവിയിൽ ഒരു ഇമേജ് കാണിക്കും. അതിനെ റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ വീണ്ടും ടിവിയിൽ ശ്രദ്ധിച്ചോളൂ. ഓക്കെ, ഇദ്ദേഹം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ ഇമേജിൽ കാണുന്ന വ്യക്തി. ഹോക്കി, ക്രിക്കറ്റ്, കബഡി. ശ്രദ്ധിച്ചോണം. ആരാന്ന് കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് മാത്രം ആൻസർ പറയുക. ടൈം ഔട്ട് ആവരുത്. കറക്റ്റ് ആക്കണം. പോരട്ടെ. ടൈം ഔട്ട് ആവരുത്. ഹോക്കി ഉറപ്പിക്കുകയാണ് നമ്മളെ.
ആ ഓക്കെ ഓക്കെ. നമുക്ക് എനിക്ക് വയ്യ. ശ്ശേ, ഞാൻ ഇതെങ്കിലും പ്രതീക്ഷിച്ചു. അടിയുള്ളൂ കബഡി. കബഡി അല്ലേ? ഓക്കെ, എന്തായാലും പോട്ടെ, സാരില്ല. നാളെയും വിളിക്കുക. നമ്മുടെ 3-in-1 വീണ്ടും നാളെ വരുന്നതായിരിക്കും 7:30 to 8:30. അപ്പം നമുക്ക് ആകെ ഇന്നൊരു വിന്നറേ ഉള്ളൂ, ഷൈലാൻഡിക്ക് എന്തായാലും നമ്മൾ ക്രോക്കഡൈൽ പാർക്കിന്റെ വൗച്ചർ നിങ്ങൾക്ക് തന്നെ തരികയാണ്. നിങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് വിസിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു. എന്തായാലും ടൈം കണ്ടെത്തി വന്നേ പറ്റൂ. അപ്പോൾ ഓക്കെ, നമ്മൾ 3-in-1 ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് ഒരുപാട് കോളേഴ്സായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഇതേപോലെ തന്നെ നമുക്ക് നാളെയും കാണാം 7:30 to 8:30 3-in-1 ആയിട്ട് വരുന്നതാണ്. ദിസ് ഈസ് സുജിത സൈനിങ് ഓഫ്. ബൈ ബൈ. നമ്മുടെ സനീഷ് ചേട്ടനോട് വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും പോട്ടെ. ബൈ ബൈ.